ആർക്കു വേണ്ടിയാണ് കേരള സർക്കാരിൻ്റെ ഈ ധൂർത്ത്? സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കേട്ടാൽ അറപ്പുളവാക്കുന്ന പാഴ്ചിലവുകൾ നടക്കുന്ന ഇക്കാലത്താണ് ജനങ്ങളുടെ സാമാന്യമായ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരവുമില്ലാതെ മുഖം തിരിച്ച് ധാർഷ്ട്യ മനോഭാവത്തോടെ തിരിഞ്ഞിരിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നത്. CPM ഇപ്പോൾ പഴയ CPM അല്ല എന്ന് തെളിയിക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം തൊഴിലാളി ക്ഷേമം എന്ന് പഴയകാലത്തെ ആസനത്തിലെ തഴമ്പ് കാട്ടി ആഘോഷിക്കുമ്പോൾ ഇവിടെ ദുരിതക്കയത്തിൽ ഉഴലുകയാണ് തൊഴിലാളികൾ. തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു നാൾ പൊരുതിയിരുന്ന പാർട്ടി ഇന്ന് വലിയ വ്യവസായികളിലേക്കും അഴിമതിക്കാരുടെയും ഉറ്റത്തോഴനായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിൽ 2 ദിവസമായി നടന്നു വന്ന ഇൻവെസ്റ്റ് കേരള മീറ്റ് സംസ്ഥാനത്ത് 1 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാവുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് കൊട്ടിഘോഷിച്ച് സമാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് എന്ന് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങൾ നേരിടുന്ന ജനരോഷത്തിനെതിരെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രഖ്യാപനമാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഏതൊരു സാധാരണക്കാരനിലും ഉളവാകുന്ന സംശയവുമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13 ദിവസമായി നടന്നു വരുന്ന ആശാവർക്കർമാരുടെ സമരം അനിശ്ചിതമായി നീളുമ്പോൾ തന്നെ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നന്നത്തെ ജീവിതത്തിന് കഷ്ടപ്പെടുന്ന അവരുടെ ഉപജീവനത്തിനുമേൽ തീ കോരിയിട്ട് സർക്കാർ നിലകൊള്ളുമ്പോൾ തന്നെയാണ് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ലക്ഷങ്ങളുടെ ശമ്പള വർധനവും നടക്കുന്നത്. കൂടാതെ KV തോമസിൻ്റെ 11.31 ഉള്ള ബത്തയുടെ ഉയർച്ചയും KV തോമസിന് മൂക്കുമുട്ട് സദ്യ കൊടുത്തുകൊണ്ടിരിക്കെ അത് മൃഷ്ടാനം ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊതിക്കറിവ് കാട്ടി പാർട്ടി വിട്ട KV തോമസിനാണ് ഇപ്പോൾ സർക്കാർ കുടഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ധനം വകുപ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്നാണ് പറയുന്നത്. 400 കോടി രൂപ കേന്ദ്രം അനുവദിക്കാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാക്കിയത് എന്നാണ് ബാലഗോപാലിൻ്റെ ഭാഷ്യം. ക്ഷേമ പെൻഷനുകൾ അടക്കം ഇപ്പോൾ തന്നെ 3 മാസം കുടിശ്ശികയാണ് കേരളത്തിൽ. KSRTC ഉൾപ്പെടെ സമസ്ത മേഖലകളിലും ശമ്പളം നൽകാനാവാതെ സർക്കാർ നട്ടം തിരിയുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ സ്വന്തം ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം വാരിക്കോരി കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിയന്തര ആവശ്യക്കാരായ വയനാട്ടിലെ ദുരന്ത ബാധിതർ തിങ്കളാഴ്ച മുതൽ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളികളുമായി സർക്കാരിനെതിരെ നീങ്ങുന്നതിൻ്റെ ശോചനീയമായ അവസ്ഥ ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ജനദ്രോഹ നയങ്ങളുമാണ് എന്നതിന് മറ്റെന്താണ് ഒരു തെളിവ് വേണ്ടത്? ഇവർ കാട്ടിക്കൂട്ടുന്ന എല്ലാം വെറുമൊരു PR എക്സസൈസ് മാത്രമാണ്. അതുവഴി ഒരു മായാലോകത്തിലേക്ക് സർക്കാരിന് ജനങ്ങളെ നയിക്കാൻ പറ്റില്ല. അവർ അവരുടെ അവകാശങ്ങൾ ശക്തിയുക്തം ചോദിക്കും. അവർ അതിനുവേണ്ടി ധീരമായി പോരാടും. അത് അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചാൽ അത് സ്വയം കുതികാൽ വെട്ടുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ക്ഷേമ ബോർഡിലടക്കമുള്ള ഈ ദാരിദ്ര്യാവസ്ഥ ഭയപ്പാടോടെയാണ് കേരള ജനത നോക്കിക്കാണുന്നത്. LDF സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ കരുതൽ ധനമടക്കം എടുത്ത് ഇഷ്ടക്കാർക്ക് വീതിച്ചു കൊടുത്ത് ഖജനാവ് അമ്പയെ കാലിയാക്കി പോകാനുള്ള തീരുമാനമാണ് ഇതെന്ന് വേണം കരുതാൻ. ഇനി ജനം തീരുമാനിക്കട്ടെ. അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് LDFന് ചെയ്യണമോ എന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.